ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോർമേഷൻ. ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യണത് ഹൗ ടു ട്രാൻസ്ഫോം ഡെൽറ്റ ടു സ്റ്റാർ ആൻഡ് സ്റ്റാർ ടു ഡെൽറ്റ. ദിസ് ഈസ് ഫോർ സിംപ്ലിഫൈങ് എ നെറ്റ്വർക്ക്. So then what is delta and how is delta and star connection? See, this is the form of a delta. Delta നമ്മൾ മാത്സിൽ എഴുതുന്ന ഡെൽറ്റ പോലെയാണ് ഇതിൻ്റെ ഷേപ്പ്. സോ ദിസ് ഈസ് കോൾഡ് ഡെൽറ്റ കണക്ഷൻ. സി ദിസ്, ഇവിടെ നമ്മൾ കണ്ട ഒരു സെൻട്രൽ ഒരു പോയിന്റ് ഉണ്ടായിരിക്കും, അവിടുന്ന് 3 ടെർമിനൽസ്. ദിസ് ഈസ് ലൈക്ക് എ സ്റ്റാർ. ഓക്കെ, ദിസ് ആർ ദ ആംസ് ഓഫ് എ സ്റ്റാർ. ആംസ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് സ്റ്റാർ കണക്ഷൻ, ഇതാണ് ഡെൽറ്റ കണക്ഷൻ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ 3 പോയിന്റ്, ആ 3 പോയിന്റിന് ബിറ്റ്വീൻ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ 3 ടെർമിനൽസ് ഉണ്ട്, ഒരു സെൻട്രൽ പോയിന്റും ഉണ്ട്. ആ സെൻട്രൽ പോയിന്റിൽ നിന്ന് 3 ടെർമിനലിലേക്കും റെസിസ്റ്റൻസ് പോയിരിക്കണം. ഇതാണ് എന്ത്, സ്റ്റാർ കണക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഫിഗർ കണ്ടു കഴിഞ്ഞാൽ സ്റ്റാറും ഡെൽറ്റയും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇപ്പോൾ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കാം. എന്താണ് സ്റ്റാർ, ഇതിൻ്റെ ഈ ഡെൽറ്റ സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം പല ടൈപ്പിലുള്ള നെറ്റ്വർക്ക്സ് ഉണ്ട് അല്ലേ. പല ടൈപ്പ് നെറ്റ്വർക്ക്സ് നമ്മൾ പലതരത്തിൽ തീറം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോർട്ടൺസ് തീറം, തെവനിൻസ് തീറം, സൂപ്പർ പൊസിഷൻ തീറം. So these basic theorems are used to simplify a network. Okay, simplify a network. See, delta to star or star to delta transformation is also used to simplify a network. See, if in a network there are considerable number of branches, it is very difficult to use Kirchhoff's laws. Okay, so in such cases, such complicated networks can be simplified by successively replacing delta meshes or delta loops by equivalent star system and vice versa. അപ്പോൾ ഡെൽറ്റേനെ സ്റ്റാർ ആയിട്ടും സ്റ്റാറിനെ ഡെൽറ്റ ആയിട്ടും നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യാം. ഇതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഫസ്റ്റത്തെ പോയിന്റ് എടുക്കാം. കൺവേർഷൻ ഓഫ് ഡെൽറ്റ ടു സ്റ്റാർ ഓർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡെൽറ്റ ടു സ്റ്റാർ. ശ്രദ്ധിക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്ക് ഫിഗർ ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഫിഗർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഒന്നുകൂടി ഒന്ന് പറയാം. ഇതാണ് നമ്മുടെ ഡെൽറ്റ കണക്ഷൻ. നമുക്കിതിനെ എന്താക്കി മാറ്റണം, സ്റ്റാർ കണക്ഷൻ ആക്കി മാറ്റണം. അപ്പോൾ ഡെൽറ്റയ്ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റാർ കണക്ഷൻ. അപ്പോൾ ഡെൽറ്റയിൽ R12, R23 ആൻഡ് R31. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ആമിൽ നോക്കുക, R12, R23, R31 ഇങ്ങനെയാണ് നമ്പർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ R13 എന്ന് പറയില്ല, ഒരു ഓർഡറിൽ 1, 2, 3. ഇപ്പോൾ 1, 2, 2, 3, 3, 1 ആ ഓർഡറിലാണ് അതിൻ്റെ റെസിസ്റ്റൻസ് പറയുക. അപ്പോൾ ഇതിന് 3 ആം, R12, R23, R31 ഇതാണ് 3 റെസിസ്റ്റൻസസ്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് അല്ലെങ്കിൽ ഫസ്റ്റ് കൺസിഡർ ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ് 1 ആൻഡ് 2. ഓക്കെ, സി ഈ ഫിഗർ ഇവിടെ നിന്ന് നോക്കാം. വെൻ വി ലുക്കിംഗ് ദിസ് figure from this side, see the resistance R12 is connected parallel to the series combination of R23 and R31. Okay, ഈ R31ഉം R23ക്കും R31ഉം കൂടി സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് അതിന് പാരലാണ് R12 എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, അതായത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ് 1 and 2 ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ R12. അതെ, R12 അല്ലെങ്കിൽ R12 പാരലൽ ടു എന്ത്, R23 പ്ലസ് R31. ഓക്കെ, സീ ദ എക്സ്പ്രഷൻ R12 പാരലൽ ടു R31 പ്ലസ് R23. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്കറിയാം പാരലൽ കണക്ഷൻ എഴുതുമ്പോൾ നമുക്കറിയുന്ന പോലെ തന്നെ എന്താണ്, പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ സം അല്ലേ. സോ R12 ഇൻറ്റു R23 പ്ലസ് R31 ഡിവൈഡഡ് ബൈ R12 പ്ലസ് R23 പ്ലസ് R3. നമുക്ക് ഈ ബ്രാക്കറ്റ് ഇവിടെ റിമൂവ് ചെയ്യാം, കാരണം എല്ലാം പ്ലസ് ആണ്. സോ R12 ഇൻറ്റു R23 പ്ലസ് R31 ഡിവൈഡഡ് ബൈ R12 പ്ലസ് R23 പ്ലസ് R31.
ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഈ സ്റ്റാർ കണക്ഷൻ്റെ 3 ആമിലും കൂടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് ഈ ഡിനോമിനേറ്റർ അല്ലേ. ഇനി ന്യൂമറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ എന്താണ് പ്രോഡക്റ്റ് അല്ലേ, ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദിസ് R12 ആൻഡ് സം ഓഫ് R23 ആൻഡ് R31. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റാർ കണക്ഷൻ നോക്കാം. അതായത് ബിറ്റ്വീൻ ദ ടെർമിനൽസ് 1 ആൻഡ് 2. സി ദ ടെർമിനൽസ് 1 ആൻഡ് 2. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ബിറ്റ്വീൻ ദ ടെർമിനൽസ് 1 ആൻഡ് 2 ദർ ആർ 2 റെസിസ്റ്റൻസസ്. ഇതൊക്കെയാണ് R1 R2. ഇത് സീരീസ് ആയിട്ടാണ് അല്ലേ, ഇവിടെ നിന്ന് തുടങ്ങി ഈ എൻഡിൽ അടുത്ത റെസിസ്റ്റൻസ്. സോ R1 R2 ആർ ഇൻ സീരീസ്. സോ സം ഓഫ് ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ് 1 ആൻഡ് 2 ഈസ് R1 പ്ലസ് R2. നമ്മുടെ ഡെൽറ്റ കണക്ഷനിൽ ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ 1 ആൻഡ് 2 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇക്വലൻറ്റ് സ്റ്റാറിൽ ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ടെർമിനൽസ് 1 ആൻഡ് 2 ഈസ് R1 പ്ലസ് R2. നമുക്കത് ഇക്വേറ്റ് ചെയ്യാലോ. സി, അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും, R1 പ്ലസ് R2 ഈക്വൽ ടു R12 ഇൻറ്റു R23 പ്ലസ് R31 ഡിവൈഡ് ബൈ R12 പ്ലസ് R23 പ്ലസ് R31. ക്ലിയർ ആയോ? ഇപ്പോൾ നമ്മളിവിടെ 2 ടെർമിനൽസ് എടുത്ത്, അതായത് ടെർമിനൽസ് 1ഉം 2ഉം എടുത്ത്. സി, ഇതിനൊരു പാറ്റേൺ ഉണ്ട്, നിങ്ങൾ നോക്കി നോക്കൂ. ടെർമിനൽസ് 1 ആൻഡ് 2 ആവുമ്പോൾ LHSൽ എന്താ വരുന്നത്? R1 പ്ലസ് R2 അല്ലേ, R1 പ്ലസ് R2 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താ വരുന്നത്? സഫിക്സ് നോക്കുക, R12 അല്ലേ, R12 ഇൻറ്റു ഓക്കെ അതായത് ആ ടെർമിനൽസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഇൻറ്റു സം ഓഫ് ദ നൈബറിങ് റെസിസ്റ്റൻസ് അല്ലേ, സം ഓഫ് ദ റെസിസ്റ്റൻസസ് ഇൻ ദ നൈബറിങ് ആം ദാറ്റ് ഈസ് R23 പ്ലസ് R31. അതായത് 1നും 2നും ഇടയ്ക്കാവുമ്പോൾ R12 ഇൻറ്റു സം ഓഫ് അഡ്ജസൻറ്റ് നിയർ ആംസ്, അതായത് R23 പ്ലസ് R31 ഹോൾ ഡിവൈഡഡ് ബൈ സം ഓഫ് ദ റെസിസ്റ്റൻസസ് ഇൻ ഈച്ച് ബ്രാഞ്ചസ് അല്ലേ, R12 പ്ലസ് R23 പ്ലസ് R31. ഇതൊരു പാറ്റേൺ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് 2ഉം 3ഉം തമ്മിലും 3ഉം 1ഉം തമ്മിലുള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് നോക്കി ഇപ്പോൾ പറയാൻ പറ്റുമോ നോക്കാം. ബിറ്റ്വീൻ 2 ആൻഡ് 3 നമുക്ക് എങ്ങനെ പറയാം? ബിറ്റ്വീൻ 2 ആൻഡ് 3 പറയാം. ഇവിടെ ബിറ്റ്വീൻ 2 ആൻഡ് 3 ഇതുമാണ്. അപ്പോൾ എന്ത് എഴുതാം നമുക്ക്? LHSൽ ബിറ്റ്വീൻ 2 ആൻഡ് 3 എന്ന് പറയുമ്പോൾ R2 പ്ലസ് R3 ഈക്വൽ ടു ഇവിടെയാണെങ്കിലോ R23 ഇൻറ്റു the sum of the resistance in the adjacent arms whole divided by the sum of these 3 അല്ലേ. അതല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്, നോക്കൂ. R2 പ്ലസ് R3 ഈക്വൽ ടു R23 ഇൻറ്റു R31 പ്ലസ് R12 ഹോൾ ഡിവൈഡഡ് ബൈ R12 പ്ലസ് R23 പ്ലസ് R31. ഇതുപോലെ നമുക്ക് R3യും 1ഉം വെച്ച് കാണാമല്ലോ. അതെങ്ങനെ കാണാം? 3യും 1ഉം ബിറ്റ്വീൻ ദ ടെർമിനൽസ് 3 ആൻഡ് 1 R3 പ്ലസ് R1 ഈക്വൽ ടു ഇവിടെ 3യും 1ഉം ഇതാണ്. എന്താ എഴുതേണ്ടത്? ഈക്വൽ ടു R31 ഇൻറ്റു R12 പ്ലസ് R23 ഹോൾ ഡിവൈഡ് ബൈ R12 പ്ലസ് R23 പ്ലസ് R31. കണ്ടോ, നമുക്ക് ഫസ്റ്റ് പാറ്റേൺ പഠിച്ചു കഴിഞ്ഞാൽ സെക്കൻഡും തേർഡും നമുക്ക് നോക്കാതെ തന്നെ നമുക്ക് അത് കാണാതെ പഠിക്കാതെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ആ പാറ്റേൺ മാത്രം സ്റ്റഡി ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ശരിയാണെന്ന് നോക്കാം. R31 പ്ലസ് R3 പ്ലസ് RA ഈക്വൽ ടു R31 ഇൻറ്റു R12 പ്ലസ് R23 ഡിവൈഡ് ബൈ R12 പ്ലസ് R23 പ്ലസ് R31. ഇപ്പോൾ നമുക്ക് 3 ഇക്വേഷൻ കിട്ടി അല്ലേ, R1 പ്ലസ് R2, R2 പ്ലസ് R3 ആൻഡ് R3 പ്ലസ് R1. അപ്പോൾ നമ്മൾ നമ്പർ ദ ഇക്വേഷൻസ് 1, 2 ആൻഡ് 3 റെസ്പെക്റ്റീവ്ലി. ദെൻ 1 മൈനസ് 2 പ്ലസ് 3. സോ സബ്ട്രാക്ട് ഇക്വേഷൻ 2 ഫ്രം ഇക്വേഷൻ 1. അതായത് 1 മൈനസ് 2 അത്ര ഓർത്താൽ മതി. 1 മൈനസ് 2 പ്ലസ് 3 അതിനെന്ത് ചെയ്യണം? 3 ആയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ സ്റ്റെപ്സ് ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്.
ആ സ്റ്റെപ്സ് ഇല്ലാതെ തന്നെ നമുക്കിത് എഴുതാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് വന്നതെന്നുള്ള സ്റ്റെപ്സിന് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റെപ്സ് ഇല്ലെങ്കിൽ നമുക്ക് എഴുതാം. എന്താ എഴുതാം? ഇങ്ങനെ എഴുതിയാൽ മതി. ഓൺ സിംപ്ലിഫിക്കേഷൻ വി ഗെറ്റ് എങ്ങനെയാണ് ദ റെസിസ്റ്റൻസ് അല്ലേ, ആ 1നും 2നും ഇടയിലുള്ള R12 ഈക്വലൻ്റ് ആയിട്ട് സ്റ്റാറിലെ വാല്യൂ ഇത് R1 ഈക്വൽ ടു ഇക്വലൻ്റ് സ്റ്റാർ വാല്യൂ R1 is equal to R12 R31 divided by whole sum of the whole resistance. അതായത് R1 ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എന്താണ് എഴുതേണ്ടത്? R1ഉമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് R1 കാണണമെങ്കിൽ, അതായത് R1ൻ്റെ വാല്യൂ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇത് സ്റ്റാറിലെ R1 ഈക്വൽ ടു ഇവിടെ എന്താണ് 1 എന്നുള്ള ടെർമിനലിലേക്ക് കണക്ട് ചെയ്ത് 1ലുള്ള റെസിസ്റ്റൻസ് ആണ് R1. അപ്പോൾ ആ R1 ഈസ് ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്? ഈ 1 എന്നുള്ള ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന R12 R31. ഓക്കെ, അപ്പോൾ R1 ഈക്വൽ ടു R12 ഇൻറ്റു R31 ഹോൾ ഡിവൈഡഡ് ബൈ R12 പ്ലസ് R23 പ്ലസ് R31. ഇനി R2 എങ്ങനെ കാണുക? R2 ഈക്വൽ ടു 2 എന്നുള്ള ടെർമിനൽ എടുക്കുക. 2 എന്ന ടെർമിനലിലേക്കുള്ളത് R23 ഇൻറ്റു R12 ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അതുപോലെ R3 ഇക്വലൻ ടു R3 ഈസ് ഈക്വൽ ടു 3 എന്ന ടെർമിനൽസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് R23 ഇൻറ്റു R31 അല്ലേ, R23 R31. അപ്പോൾ R3 ഈസ് ഈക്വൽ ടു ഇതിൻ്റെ പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ ഇതിൻ്റെ ഹോൾ റെസിസ്റ്റൻസ്. R1 ഈക്വൽ ടു R12 ഇൻറ്റു R31 ഡിവൈഡ് ബൈ ഹോൾ റെസിസ്റ്റൻസ്. R2 ഈക്വൽ ടു R23 ഇൻറ്റു R12 ഡിവൈഡഡ് ബൈ ഹോൾ റെസിസ്റ്റൻസ്, സം ഓഫ് ദി റെസിസ്റ്റൻസസ്. ഉണ്ടോ? R1 എന്ന് പറയുമ്പോൾ 1ഉമായിട്ട് കണക്ട് ചെയ്ത് ഏതൊക്കെയാണ്? 1ഉം 2ഉം വരും, 3ഉം 1ഉം വരും, ഡിവൈഡ് ബൈ ടോട്ടൽ. R2 എന്ന് പറയുമ്പോൾ 2 ആയിട്ട് കണക്ട് ചെയ്തത് ആ സഫിക്സ് നോക്കിയാൽ മതി. R23 R12 2 ആയിട്ടുള്ളത് 23 ഉണ്ട്, 12 ഉണ്ട്. ഇവിടെ R3 എന്ന് പറയുമ്പോൾ 3 ആയിട്ട് കണക്ട് ചെയ്തത് 3 1ഉം വരും, 2 3ഉം വരും. അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രമേ ചെയ്യുക. അല്ലെങ്കിൽ ഇവിടുന്ന് ഓൺ സിംപ്ലിഫിക്കേഷൻ വി ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് എഴുതിയാൽ മതി. അത് നമ്മൾ പഠിച്ചിട്ടുള്ള ഡെൽറ്റയെ നമ്മൾ എന്താക്കി മാറ്റി? സ്റ്റാർ ആക്കി മാറ്റി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ R1ൻ്റെയും R2ൻ്റെയും R3 ന്യൂമറിക്കൽ പ്രോബ്ലം തരികയാണെങ്കിൽ R1ഉം R2ഉം R3യും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇതുപോലെ ഒരു സ്റ്റാർ വരച്ചിട്ട്, ന്യൂമറിക്കൽ പ്രോബ്ലം ആണെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റാർ വരച്ചിട്ട് R1ഉം R2ഉം R3യും വാല്യൂസ് മാർക്ക് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. ഡെൽറ്റ കണക്ഷൻ എടുത്തു, ന്യൂമറിക്കൽ പ്രോബ്ലം ആണെങ്കിൽ ഡെൽറ്റ കണക്ഷൻ എടുത്ത് അതിൽ നിന്ന് നമ്മൾ R1ഉം R2ഉം R3യും കണ്ടുപിടിച്ച് അതിനൊരു സ്റ്റാർ ആക്കി വരച്ച് ഈ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഡെൽറ്റേനെ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണത്. ഡെൽറ്റ ഈസ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റാർ. ഡെൽറ്റേനെ സ്റ്റാർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, അത് ഓർത്തിരിക്കാനൊരു സെൻറ്റൻസ് ഉണ്ട്. ന്യൂമറേറ്റർ പിന്നെ നമുക്കറിയാം എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദി ഡെൽറ്റ അല്ലേ. എല്ലാ ഡെൽറ്റയുടെയും കൂടി സൈഡ്സിൻ്റെ സമ്മാണ്. ന്യൂമറേറ്റർ അല്ല, ഡിനോമിനേറ്റർ അല്ലേ. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ആ ടെർമിനലിലേക്ക് വരുന്ന സൈഡ്സിലെ റെസിസ്റ്റൻസിൻ്റെ പ്രോഡക്റ്റാണ്. ഇപ്പോൾ ന്യൂമറേറ്ററിൻ്റെ പ്രോഡക്റ്റും ഡിനോമിനേറ്റർ അതിൻ്റെ സമ്മും, റെസിസ്റ്റൻസിൻ്റെ സമ്മും. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് സെൻറ്റൻസ് പറയാം. എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് ഈച്ച് ആം ഓഫ് എ സ്റ്റാർ, അതായത് R1 R2 R3 is given by the product of the resistances of the two delta side meet at this end. Okay, meet at its end divided by sum of the three delta resistances. Equation ഓർത്താൽ മതി. Product of the resistance of the two delta side meeting at that point at that end divided by sum of the three delta resistances. ഇതാണ് എന്ത്? ഡെൽറ്റ ടു സ്റ്റാർ കൺവേർഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് എന്ത്? സ്റ്റാർ ടു ഡെൽറ്റ കൺവേർഷൻ. ഇത് കുറച്ചുകൂടി സിമ്പിളാണ്. സ്റ്റാർ ടു ഡെൽറ്റ കൺവേർഷൻ നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ്റെ കണ്ടിന്യൂഷനാണിത്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് R1 നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ മൾട്ടിപ്ലൈ ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2 ആൻഡ് അതായത് ഇക്വേഷൻ നമ്പർ 1ഉം 2 മൾട്ടിപ്ലൈ ചെയ്യുക, 1ഉം 2 മൾട്ടിപ്ലൈ ചെയ്യുക,
2ഉം 3യും മൾട്ടിപ്ലൈ ചെയ്യുക ആൻഡ് 3യും 1ഉം മൾട്ടിപ്ലൈ ചെയ്യുക. ഓർത്തിരിക്കുക, മൾട്ടിപ്ലൈ 1 and 2, then 2 and 3, then 3 and 1. Then add together, adding them together on and simplify. ഇതാണ് തിയറി. എല്ലാം പരസ്പരം മൾട്ടിപ്ലൈ, രണ്ടെണ്ണം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് ആഡ് ചെയ്യുക. Then on simplification we get first arm അല്ലേ, R12 equal to എങ്ങനെയാണ് R12 പ്ലസ് R23 പ്ലസ് R1 R2 പ്ലസ് R2 R3 പ്ലസ് R3 R1 എല്ലാ കോമ്പിനേഷനുമായി ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കൂ 1ഉം 2ഉം സഫിക്സിലുണ്ട്, ഇല്ലാത്തത് ഏതാണ് 3 ആണ്. അപ്പോൾ 1ഉം 2ഉമായിട്ട് കണക്ട് ചെയ്യാതെ നിൽക്കുന്നത് 3 ആണ്. സോ R12 ആണെങ്കിൽ ടോട്ടൽ ഡെൽറ്റ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ തേർഡ് അല്ലേ R3. നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എല്ലാത്തിനെയും R3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ R1 R2 ബൈ R3, ഇവിടെ R2 R3 ബൈ R3 R3 ക്യാൻസൽ ചെയ്തു. ഇവിടെ R3 R1 ബൈ R3യും ക്യാൻസൽ ചെയ്തു. സോ റിമൈനിങ് ടേംസ് R1 R2 ബൈ R3 പ്ലസ് R1 പ്ലസ് R2 ഓർ R12 ഈക്വൽ ടു, നോക്കൂ പാറ്റേൺ നോക്കൂ, R12 ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R1 R2 ഡിവൈഡഡ് ബൈ, ഇത് രണ്ടും ഇല്ലാത്തത് ഏതാണ് R3. പാറ്റേൺ കിട്ടിയല്ലോ. R12 ആണെങ്കിൽ R1 പ്ലസ് R2 പ്ലസ് R1 ഇൻറ്റു R2 ബൈ മൂന്നാമത്തെ R3 കിട്ടിയല്ലോ. അപ്പോൾ അടുത്ത പാറ്റേൺ നമുക്ക് പറയാം R23 ഈക്വൽ ടു ഇതേപോലെ തന്നെ നമുക്ക് R23 കണ്ടിട്ട് ഇതിൻ്റെ കോമ്പിനേഷൻ എഴുതാം. ദെൻ R23 ഈസ് ഈക്വൽ ടു ഫൈനലി ഈക്വൽ ടു R2 പ്ലസ് R3 പ്ലസ് R2 R3 ബൈ അതില്ലാത്തത് ഏതാണ് R1. അതുപോലെ തന്നെ R31 ഈസ് ഈക്വൽ ടു R1 പ്ലസ് R3 പ്ലസ് R3 R1 ഇത് രണ്ടിൻ്റെ പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ അതിലില്ലാത്തത് ഏതാണ് 3ഉം 1ഉം ഉണ്ട്, 2 അല്ലാത്ത R2. ഓർ എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, R12 ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R1 R2 ബൈ R3, R23 ഈക്വൽ ടു R2 പ്ലസ് R3 പ്ലസ് R2 R3 ബൈ R1, R31 ഈക്വൽ ടു R3 പ്ലസ് R1 പ്ലസ് R3 R1 ബൈ R2. ഇതെങ്ങനെ നമുക്ക് എഴുതാം, the equivalent delta resistance between any two terminals, അത് 1 2 or 2 3 or 3 1 or any two terminals is given by the sum of the star resistances between those terminals അല്ലേ. R12 ആകുമ്പോൾ R1ഉം R2, 2 3 ആകുമ്പോൾ 2ഉം 3ഉം, 3 1 ആകുമ്പോൾ 3ഉം 1ഉം പ്ലസ് the product of these two resistances divided by the third. ഇതാണ് അതിൻ്റെ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യണം, R1ഉം R2ഉം ആദ്യം നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ R12ഉം R23യും R31ഉം കണ്ടിട്ട് എന്ത് ചെയ്യണം, ഒരു ഡെൽറ്റ വരച്ചിട്ട് ആ വാല്യൂസ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് ന്യൂമറിക്കൽ പ്രോബ്ലം ചോദിച്ചാലും നമ്മൾ എഴുതുക. അപ്പോൾ രണ്ട് ഇക്വേഷൻ പഠിച്ചിരിക്കുക. ഡെൽറ്റ അറിയുമ്പോൾ 3 റെസിസ്റ്റൻസ് വരും. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻസ് പഠിച്ചിരിക്കുക, R1 R2 R3, അതേപോലെ തന്നെ R12 R23 ഇതെന്താണ് സ്റ്റാറിന്ന് ഡെൽറ്റയിലേക്ക്. നേരത്തെ പഠിച്ചത് എന്താ, ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്ക്. രണ്ടും തെറ്റാതെ പഠിക്കുക.